ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പോൾ ഫോർത്ത് ബ്ലോക്കിലെ ലാസ്റ്റ് ടോപ്പിക് അൺപെയ്ഡ് സെല്ലർ. ഇതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് സ്ഥിരം ചോദിക്കാൻ സാധ്യതയുള്ള, എസ് എക്ക് അടക്കം ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ വോയിസ് സ്ക്രീന് രണ്ടും ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താണ്. ഓക്കെ, റെഡി. വോയിസ് സ്ക്രീൻ ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് അൺപെയ്ഡ് സെല്ലർ. ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലേ? അതായത് ഞാനിപ്പോ കച്ചവടം നടത്തി, ഞാൻ എൻ്റെ ഒരു ഗുഡ്സ് വിറ്റ്, എൻ്റെ ഒരു കാറ് 2 ലക്ഷം രൂപക്ക് വിറ്റത് മിസ്റ്റർ അരുണിനാണ്. അരുണിന് എൻ്റെ കാറ് 2 ലക്ഷം രൂപക്ക് വിറ്റു. അരുൺ എന്ത് ചെയ്തില്ല? പൈസ തന്നില്ല. അപ്പൊ ഞാൻ ആരായി? അൺപെയ്ഡ് സെല്ലറായി. എൻ്റെ കാറ് വിൽക്കും ചെയ്തു, എനിക്ക് പൈസ കിട്ടിയിട്ടുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ആരായി? അൺപെയ്ഡ് സെല്ലറായി. അല്ലെങ്കിൽ അരുൺ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ലക്ഷത്തിന് കാറ് മേടിച്ചിട്ടുണ്ട്, എനിക്കൊരു 1 ലക്ഷം തന്നിട്ടുള്ളൂ. അപ്പൊ ഇനി പെൻഡിങ് എത്ര ഉണ്ട്? 1 ലക്ഷം രൂപ ഉണ്ട്. അപ്പോഴും ഞാൻ ആരാണ്? അൺപെയ്ഡ് സെല്ലറാണ്. അപ്പോ എനിക്ക് കിട്ടാനുള്ള ക്യാഷ് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ പാർഷ്യലായിട്ടോ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ വിളിക്കും, അഥവാ പൈസ കിട്ടാത്ത കച്ചവടക്കാരന് അല്ലെ? നമ്മൾ പച്ച മലയാളത്തിൽ പറയണേ എങ്ങനെ പറയാം? പൈസ കിട്ടാത്ത കച്ചവടക്കാരൻ. സാധനം വിറ്റിട്ടുണ്ട്, പക്ഷെ എനിക്ക് എന്ത് കിട്ടിയില്ല? പൈസ കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ആളെയാണ് നമ്മൾ അൺപെയ്ഡ് സെല്ലർ ആണ് കേട്ടോ, മാറരുതേ. അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. ഇനി നോക്കി അതിന്റെ ഡെഫിനിഷന്. അക്കോർഡിംഗ് ടു സെഷൻ 45 അത് ഡിസ്കസ് ചെയ്യുന്നത്. ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ദ സെല്ലർ ഓഫ് ഗുഡ്സ് ഈസ് ഡീംഡ് ടു ബി ആൻ അൺപെയ്ഡ്. ഓക്കെ, ഒരു സെല്ലർ ഈസ് ഡീംഡ് ടു ബി അൺപെയ്ഡ് സെല്ലർ. എങ്ങനെയാണ് അയാളെ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയാ? ദ ഹോൾ ഓഫ് ദ പ്രൈസ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ്. ആ പൈസ മുഴുവൻ അയാൾക്ക് കിട്ടിയിട്ടില്ല. ഒരു ഓപ്ഷൻ ആട്ടോ, പൈസ മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല. അതായത് ഇപ്പോ 2 ലക്ഷത്തിന് ഞാൻ എൻ്റെ കാറ് വിറ്റു അല്ലെ? അപ്പൊ 2 ലക്ഷം റുപ്യ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ആരാണ്? അൺപെയ്ഡ് സെല്ലറാണ്. വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, അതിന്റെ തൊട്ട് താഴെ പറയുന്നു, അല്ലെങ്കിൽ when a portion of the price, പൈസയുടെ ഒരു ഭാഗം, ഇപ്പൊ 2 ലക്ഷം ആയിരുന്നു, അതിൽ 1 ലക്ഷം കിട്ടി, 1 ലക്ഷം പെൻഡിങ് ഉണ്ട്, എന്നാലും ഞാൻ ആരെന്നെയാണ്? അൺപെയ്ഡ് സെല്ലറാണ്. ഇനി 1 ലക്ഷം ഒന്നും വേണ്ട, 1 റുപ്യ കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ അല്ലെ, 1,99,999 റുപ്യ തന്നിട്ടുണ്ട്, 1 രൂപ പെൻഡിങ് ഉണ്ട്, എന്നാലും ഞാൻ ആരെന്നെ? അൺപെയ്ഡ് സെല്ലറാണ്. അപ്പോ ഞാൻ വിറ്റ സാധനത്തിന്റെ പൈസ കിട്ടാത്ത ആള്, അത് മുഴുവനായിട്ടാവട്ടെ അല്ലെങ്കിൽ പാർഷ്യലി ആവട്ടെ, എന്തായാലും ആ പൈസ കിട്ടാത്ത ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അൺപെയ്ഡ് സെല്ലർ എന്ന് വിളിക്കുന്നത്. റെഡി? അപ്പോ അൺപെയ്ഡ് സെല്ലർ ആരാന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് അൺപെയ്ഡ് സെല്ലർക്ക്. അപ്പൊ അതാ, ഞാൻ എൻ്റെ കാറ് വിറ്റു വിചാരിച്ചോളൂ, എൻ്റെ കാറ് വിറ്റു. ഓക്കെ, എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. അപ്പോ എന്നെ വിളിക്കുന്ന പേരാണ് അൺപെയ്ഡ് സെല്ലർ അല്ലെ? എനിക്ക് 2 റൈറ്റ്സ് ഉണ്ട്, 2 അവകാശമുണ്ട്. ഒന്ന്, അഗെയിൻസ്റ്റ് ദ ഗുഡ്സ്, ആ ഗുഡ്സിന്റെ മേലിൽ എനിക്കൊരു അവകാശമുണ്ട്. അതുപോലെ അഗെയിൻസ്റ്റ് ദ ബയർ, ബയ്യറുടെ മേലുള്ള അവകാശമുണ്ട്. ഓക്കെ, അത് രണ്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എസ്സേക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഒന്ന്, അപ്പൊ ഞാനാണ് അൺപെയ്ഡ് സെല്ലർ അല്ലെ? ഞാൻ കാറ് വിറ്റിട്ടുണ്ട്, പൈസ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ എന്നെ വിളിക്കുന്ന പേരാണ് അൺപെയ്ഡ് സെല്ലർ. എന്റെ റൈറ്റ്സ് പറയണം. അതിൽ ഫസ്റ്റത്തത് റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ അഗെയിൻസ്റ്റ് ദ ഗുഡ്സ്, ആ ഗുഡ്സിന്റെ മേലിലുള്ള എന്റെ അവകാശം, ഗുഡ്സിന്റെ മേലിലുള്ള എന്റെ അവകാശം. ഓക്കെ, ഒന്ന് റൈറ്റ് ഓഫ് ലീൻ. ഈ ടേം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ലീൻ, വാട്ട് യു മീൻ ബൈ ലീൻ? ഇതേ സാധനം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് വേറെ ടോപ്പിക്കിൽ. അതായത് അതിന്റെ പേയ്മെന്റ് നടത്തുന്നത് വരെ ആ സാധനം സെല്ലറിന്റെ കയ്യിൽ വെക്കാനുള്ള അവകാശം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് തന്നെയാണ് റൈറ്റ് ഓഫ് ലീൻ. ആ ഒരു സാധനം അല്ലെ, എപ്പോഴാണോ പേയ്മെന്റ് തരുന്നത് അതുവരെ ആ ഗുഡ്സ് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള അവകാശം. നോക്കിയേ, ഗുഡ്സ് എന്ത് ചെയ്യാം? ഗുഡ്സ് ഹിസ് പൊസഷൻ അല്ലെ, ഏതുവരെ? അണ്ടിൽ ദ ഹോൾ പ്രൈസ്, ആ ടോട്ടൽ പൈസ കിട്ടണ വരെ ആ ഗുഡ്സ് ആരെടുത്ത് വെക്കുക? സെല്ലർ എടുത്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുള്ള അവകാശം ആർക്കുണ്ട്? സെല്ലർക്കുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ എൻ്റെ കാറ് വിറ്റു, കാറ് വിറ്റ് അതിന്റെ ഡീലിങ്സ് നടത്താം. കാറ് കൊടുത്തിട്ടില്ല കേട്ടോ, കൊടുത്ത പിന്നെ ഇവിടെ എടുത്തേക്കാൻ പറ്റൂലല്ലോ. കാറ് കൊടുത്തിട്ടില്ല, ഞാൻ അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു.
അപ്പോ അരുണിനോട് 2 ലക്ഷം തരാൻ പറഞ്ഞു. അരുൺ എന്ത് ചെയ്തിട്ടുള്ളൂ, ആകെ എനിക്ക് 1 ലക്ഷം കൊണ്ടുവന്ന് തന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ അരുണിനോട് പറയാണ്, എപ്പോഴാണോ ക്യാഷ് മുഴുവൻ കൊണ്ടുവരുന്നത് അതുവരെ ഈ ഗുഡ്സ് ഇവിടെ വെക്കും. അതായത് 2 ലക്ഷം പൂർത്തിയായിട്ട് തരുന്ന അന്നേ ഈ കാറ് നിങ്ങൾക്ക് തരുള്ളൂ. അപ്പോ ആ ഗുഡ്സ് എന്ത് ചെയ്യാം, എനിക്ക് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. ഏതുവരെ? അണ്ടിൽ ദ ഹോൾ പ്രൈസ്, അല്ലെ, ആ മുഴുവൻ പൈസയും തരുന്നത് വരെ എനിക്ക് എന്ത് ചെയ്യാം, ആ ഗുഡ്സ് എന്റെ കയ്യിൽ വെക്കാം. അതിനുള്ള അവകാശം ആർക്കുണ്ട്? എന്റെ അൺപെയ്ഡ് സെല്ലർക്ക് ഉണ്ട്. അപ്പോ പൈസ മുഴുവൻ തരുന്നവരെ എന്ത് ചെയ്യാം, ആ ഗുഡ്സ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള അവകാശമുണ്ട്. ഇനി അതിലുള്ള വേറൊരു കാര്യം കൂടെ പറയാണ്. ഈ ഒരു ടോപ്പിക് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടോ? ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഉണ്ടാവും. ദ അൺപെയ്ഡ് സെല്ലർ ക്യാൻ എക്സസൈസ് ലീൻ ഓൺലി ദ ഫോളോയിങ് കേസസ് എന്നുള്ള കുറച്ച് കേസുകൾ പറയുന്ന ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇല്ലല്ലേ, അങ്ങനെ ഒരു വിഷയം അവിടെ പറയുന്നില്ല എന്ന. ഓക്കെ 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 ഓക്കെ. ഇനി നേരെ റൈറ്റ്സ് ആണ് പറയുന്നത് അല്ലെ. ഓക്കെ, റെഡി. നമുക്ക് ആ റൈറ്റ്സിലേക്ക് തന്നെ പോവാം. യെസ്, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ റൈറ്റ്സ് നമ്മൾ പറഞ്ഞു റൈറ്റ്സ് ഓഫ് ലീൻ. ആ ഒരു പ്രൊഡക്റ്റ് അല്ലെ, ആ ഒരു ഗുഡ്സ് ഫുൾ ക്യാഷ് തരുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള അവകാശമുണ്ട്. അതാണ് ഒന്നാമത്തെ റൈറ്റ്സിൽ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഈ കാര്യങ്ങളൊന്നും നിങ്ങളെ ബുക്കിലെ സിലബസിൽ പറയുന്നില്ല, അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്യാണ്. അതായത് ഏതൊക്കെ കേസിലാണ് അത് എക്സസൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് തൽക്കാലം ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഉണ്ടോ? ഈ ഒരു ഭാഗം ഉണ്ട് അല്ലെ? ടെർമിനേഷൻ ഇല്ല, അതില്ല. ടെർമിനേഷൻ. ഓക്കെ ഓക്കെ, അപ്പൊ ടെർമിനേഷൻ ഇല്ല. ഓക്കെ, എന്നാ ഇത് ഞാൻ പറയാം കേട്ടോ. ടെർമിനേഷന്റെ ഭാഗമല്ല, അപ്പൊ അത് വേണ്ട. ഈ ഭാഗം ഞാൻ പറയണം. അതായത് ദ അൺപെയ്ഡ് സെല്ലർ ക്യാൻ എക്സസൈസ് ലീൻ ഓൺലി ഇൻ ദ ഫോളോയിങ് കേസ്. അപ്പൊ ലീൻ എന്താ നമ്മൾ പഠിച്ച്, ആ ഒരു ഗുഡ്സ് ഹോൾഡ് ചെയ്ത് വെക്കുക. അത് ഏതൊക്കെ കേസിലാണ് ചെയ്യാൻ പറ്റുക? ഒന്ന്, ഓണർഷിപ്പ് മസ്റ്റ് ഹാവ് ബീൻ പാസ്ഡ് ടു ദ ബയർ. ബയ്യർക്ക് ഓണർഷിപ്പ് പാസ് ചെയ്തിട്ടുണ്ട്. എന്ത് കൊടുത്തിട്ടില്ല? ഗുഡ്സ് കൊടുത്തിട്ടില്ല, ഓണർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോ ഞാൻ ഒരു കാറ് വിൽക്കാണ്, അപ്പൊ എന്ത് ചെയ്യും, ഞാൻ ആ കാറിന്റെ RCയും കാര്യങ്ങളൊക്കെ അവന്റെ പേരിലേക്ക് മാറ്റും അല്ലെ, ബയറുടെ പേരിലേക്ക് മാറ്റും. അപ്പൊ അവിടെ എന്തുണ്ട്? ഓണർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓണർഷിപ്പ് കൊടുത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഗുഡ്സ് ഹോൾഡ് ചെയ്ത് വെക്കാം. ഏതുവരെ? അവൻ പൈസ തരുന്നത് വരെ. രണ്ടാമത്തത്, ദ ഗുഡ്സ് മസ്റ്റ് ബി ഇൻ ദ പൊസഷൻ ഓഫ് സെല്ലർ അല്ലെ. രണ്ടാമത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെല്ലർ കയ്യിൽ ഗുഡ്സ് ആണെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അല്ലെ. ഞാൻ ഗുഡ്സ് ഓൾറെഡി ആർക്കെങ്കിലും കൊടുത്തു, ബയ്യർക്ക് കൊടുത്തു, പിന്നെ അത് ഹോൾഡ് ചെയ്തേക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ ആ ഗുഡ്സ് ആരെ കയ്യിലാവണം? സെല്ലറെ കയ്യിലാവണം, എങ്കിലേ അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് ഓണർക്ക് എന്ത് വേണം? അതിന്റെ പൊസഷൻ അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് ആർക്ക് കൊടുക്കണം? ബയ്യർക്ക് കൊടുത്തിരിക്കണം. രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞു സെല്ലറെ കയ്യിൽ തന്നെ ആവണം എന്ത്? ആ ഗുഡ്സ്. ഓക്കെ, പിന്നെ ദ പ്രൈസ് ഓഫ് പാർട്ട് ഓഫ് ദ പ്രൈസ് ഓർ പാർട്ട് ഓഫ് ദ പ്രൈസ് റിമൈൻ അൺപെയ്ഡ്. ഒന്നെങ്കിൽ പ്രൈസ് ഫുൾ ആയിട്ടോ, അല്ലെങ്കിൽ പ്രൈസിന്റെ ഒരു ഭാഗവും നമുക്ക് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് പിടിച്ചേക്കാൻ പറ്റുള്ളൂ കേട്ടോ. സപ്പോസ് നമ്മളെ ബയ്യർ മുഴുവൻ പൈസ തന്നാൽ ഇനി അത് നമ്മൾ ഇവിടെ പിടിച്ചേക്കാൻ പറ്റൂലേ. അപ്പൊ ഒന്നെങ്കിൽ പ്രൈസ് ഫുള്ള് തന്നിട്ടില്ല, അല്ലെങ്കിൽ പ്രൈസിന്റെ ഒരു ഭാഗം തന്നിട്ടില്ല, കുറച്ചേ തന്നിട്ടുള്ളൂ, ഫുള്ള് തന്നിട്ടില്ല. ആ കേസിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഗുഡ്സ് ലീൻ ചെയ്യാൻ പറ്റുള്ളൂ, പിടിച്ചേക്കാൻ പറ്റുള്ളൂ. ദെൻ അടുത്തൊരു കേസ്, ഇഫ് ദ അൺപെയ്ഡ് സെല്ലർ ഹാസ് ഡെലിവേർഡ് ആസ് എ പാർട്ട് ഓഫ് ഗുഡ്സ്. ഗുഡ്സിന്റെ ഒരു ഭാഗം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കാറല്ല, നമ്മൾ വേറെ എന്തെങ്കിലും ഗുഡ്സാന്ന് വിചാരിച്ചോളി, അതിന്റെ ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാം, ബാക്കി പാർട്ട് ഇതാ റിമൈനിങ് പാർട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോ ഒരു 4 കേസാ പറഞ്ഞു. ഒന്നാമത്തത് ഓണർഷിപ്പ് ബയ്യർക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് നമ്മുടെ ആ ഗുഡ്സിന്റെ പൊസഷൻ, അതിന്റെ കൈവശം ആരടുത്ത് തന്നെയാണ്? നമ്മളെ കയ്യിൽ തന്നെയാണ്, അഥവാ സെല്ലറുടെ കയ്യിൽ തന്നെയാണ്. ഓക്കെ, മൂന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞു പ്രൈസ് മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ കൊടുത്തിട്ടില്ല, തന്നിട്ടില്ല. നാലാമത്തെ കേസ് പറഞ്ഞു ഗുഡ്സ് കുറച്ച് കൊടുത്തിട്ടുണ്ട്, ഗുഡ്സിന്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പൊ ഈ 4 കേസിലാണ് നമ്മൾ ഒരു ഗുഡ്സ് ഹോൾഡ് ചെയ്ത് വെക്കാറുള്ളത്. ഓക്കെ, എന്റെ ടെർമിനേഷൻ നമ്മൾ സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. അപ്പൊ ഒന്നാമത്തെ റൈറ്റ് നമ്മൾ പറഞ്ഞു റൈറ്റ് ഓഫ് ലീൻ, അതായത് ഫുൾ എമൗണ്ട് കിട്ടുന്നത് വരെ എന്ത് ചെയ്യാം, ആ ഗുഡ്സ് നമുക്ക് ഇവിടെ പിടിച്ചു വെക്കാൻ പറ്റും. രണ്ടാമത്തെ റൈറ്റ്, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അതായത് നമ്മൾ കൈമാറിയ ഗുഡ്സ്, ആ ഗുഡ്സ് എന്ത് ചെയ്യാം, അവന്റെ കയ്യിലേക്ക് എത്തിയിട്ടില്ല,
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഗുഡ്സ് തിരിച്ചു വിളിക്കാൻ പറ്റും. ഏത് കേസിലറിയോ, ഇവിടെ യെസ്, ഇൻസോൾവെന്റ് ആണ്. അതായത് മനസ്സിലായിട്ടുണ്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഞാൻ എൻ്റെ ഗുഡ്സ് എന്ത് ചെയ്യാണ്, ബയ്യർക്ക് കൊടുക്കണം. ബയ്യർ മിസ്റ്റർ അരുൺ ആണെന്ന് വെച്ചോളൂ, അല്ലെ? ഒരു കപ്പല് ഷിപ്പിലാണ് പോണെന്ന് വെച്ചോളി. ഷിപ്പിൽ എൻ്റെ ഗുഡ്സ് ഞാൻ കയറ്റി അയച്ചു. ആർക്ക്? അരുണിന്. അങ്ങനെ കയറ്റി അയച്ചതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അരുൺ ആരാണ്, ഇൻസോൾവെന്റ് ആയിട്ട് കോടതി പ്രഖ്യാപിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും എൻ്റെ ഗുഡ്സിന് എന്ത് കിട്ടൂല, എനിക്ക് പൈസ തരാൻ പറ്റൂല, അല്ലെ? കാരണം ഇൻസോൾവെന്റ് ആയ ഒരാളോട് നമുക്ക് പൈസ വാങ്ങാൻ പാടില്ല നിയമമുണ്ട്. മാത്രമല്ല ഇൻസോൾവെന്റ് ആയ ഒരാളോട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനും പറ്റൂല, അതും നിയമമാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ആ ഗുഡ്സ് അവന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല കേട്ടോ, ഗുഡ്സ് ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ, അവന്റെ അടുത്തേക്ക് എത്തിയില്ല. ഞാൻ വേഗം ആർക്ക് വിളിക്കാണ്, ഷിപ്പിന്റെ ക്യാപ്റ്റന് വിളിക്കാണ്, അല്ലെ? എന്നിട്ട് അവനോട് പറയാണ്, നിങ്ങൾ ആ വണ്ടി എടുക്കല്ലേ, ഷിപ്പ് എടുക്കല്ലേ, അല്ലെങ്കിൽ ഷിപ്പ് എത്തിയെടുത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്, ഞാൻ എന്താ വരുന്നു, ആ ഗുഡ്സ് ഞാൻ തന്നെ തിരിച്ചു വാങ്ങിക്കാണ് എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ കൊടുത്തയച്ച ആ ഗുഡ്സ് എത്തിയ പറ്റൂലേ, ആരെ? ബയ്യറുടെ കയ്യിലേക്ക് എത്തിയ പിന്നെ ഓപ്ഷൻ ഇല്ല. എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, നമുക്ക് ആ ഗുഡ്സ് തിരിച്ചു വാങ്ങിക്കാം. ഒന്നുകൂടെ പറയാണ്, സെല്ലർ എന്ത് ചെയ്തു, അവന്റെ ഗുഡ്സ് കൊടുത്തയച്ചു. ആർക്ക്? ബയ്യർക്ക് വേണ്ടി കൊടുത്തയച്ചു. അത് കൊടുത്തയച്ചതിന് ശേഷമാണ് സെല്ലർ മനസ്സിലാക്കുന്നത് ബയ്യർ ആരായിട്ടുണ്ട്, ഇൻസോൾവെന്റ് ആയിട്ട് കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി അവനക്ക് ആ പൈസ കിട്ടൂല, ഇനി അവനോട് ചോദിക്കാനും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം, സെല്ലർക്ക് എന്ത് ചെയ്യാം, ആ ഗുഡ്സ് തിരിച്ചു വാങ്ങിക്കാനുള്ള അവകാശമുണ്ട്. എപ്പോ? ബയ്യറെ കയ്യിലേക്ക് എത്തുന്നതിന് മുമ്പ് കേട്ടോ, എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, ആ ഗുഡ്സ് തിരിച്ചു വാങ്ങിക്കാം. അപ്പോ സപ്പോസ് ഒരു ലോറിയിലാണ് പോകുന്നതെന്ന് വെച്ചോളി, നമ്മൾ ഡൽഹിയിലേക്കാണ് ഗുഡ്സ് കയറ്റേക്കുന്നത്, ബയ്യർ എവിടെ ഉള്ളത്? ഡൽഹിയിലാണ്. അങ്ങനെ ഒരു 4 ദിവസമൊക്കെ എടുക്കുന്നു വെച്ചോളൂ, 4 ദിവസം ലോറിയിലാണ് നമ്മുടെ ഗുഡ്സ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു. ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മളെ ബയ്യർ ആരാണ്, ഇൻസോൾവെന്റ് ആണെന്ന് അറിയുന്നത്. ഉടനെ നമ്മൾ ലോറി ഡ്രൈവർക്ക് വിളിക്കുകയാണ്, അയാളോട് പറയാണ്, ഇനി അങ്ങോട്ട് കൊണ്ടുപോകണ്ട, ആ ഗുഡ്സ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോവാ എന്ന് പറയാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ സെല്ലർക്കുണ്ട്. അത് ഈ കേസ് ഇൻസോൾവെന്റ് ആയാൽ മാത്രമാണ് ഈ ഒരു കാര്യം അപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ, വെൻ അൺപെയ്ഡ് സെല്ലർ ഹാസ് പാർട്ടഡ് with the possession of the goods but the goods have not actually come into the hands of the buyer. അത് ആരെടുത്ത് എത്തിയിട്ടില്ല? ബയ്യർ അടുത്തേക്ക് എത്തിയിട്ടില്ല. അതാണ് not actually come into the buyer, ബയ്യറുടെ കയ്യിലേക്ക് അത് എത്തിയിട്ടില്ല. while the goods in transit, ഗുഡ്സ് നമ്മൾ പറഞ്ഞയച്ചിട്ടുണ്ട് അല്ലെ, അപ്പൊ ഡൽഹിക്ക് ഗുഡ്സ് ട്രാൻസിറ്റ് ചെയ്തിട്ടുണ്ട്. the seller has right to stop the goods. അപ്പൊ സെല്ലറുടെ അധികാരമാണ് എന്ത്? സ്റ്റോപ്പ് ദ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, ആ ഗുഡ്സിനെ തിരിച്ചു വിളിക്കാനുള്ളതാ. ട്രാൻസിറ്റ് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെ, ആ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാണ്ട് അതിനെ തിരിച്ചു വിളിക്കാനുള്ളതാ അധികാരം ആർക്കുണ്ട്? സെല്ലർക്കുണ്ട്. ഓക്കെ, അത് ഏതൊക്കെ കേസിലാ? അതാ പറയുന്നു, ദ സെല്ലർ മസ്റ്റ് ബി അൺപെയ്ഡ് സെല്ലർ. അൺപെയ്ഡ് സെല്ലർക്ക് പറ്റുള്ളൂ കേട്ടോ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കംപ്ലീറ്റ് പൈസ ആര് തന്നിട്ടുണ്ട്? ബയ്യർ തന്നിട്ടുണ്ട്. അതിനുശേഷമാണ് അവനെ ഇൻസോൾവെന്റ് ആയിട്ടൊക്കെ പ്രഖ്യാപിക്കുന്നത്. അവിടെ കാര്യമല്ല, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഗുഡ്സ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അത് ബയ്യർക്ക് അല്ലെങ്കിൽ അവന്റെ അവകാശികൾക്ക് കൊടുത്തിരിക്കണം. കാരണം അവന് പൈസ ഫുള്ള് തന്നിട്ടുണ്ട്, പിന്നെ അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോ ഒന്നെന്താണ്, സെല്ലർ അൺപെയ്ഡ് സെല്ലർ ആണോ, അഥവാ ബയ്യർ പൈസ തരാത്ത ആളാവണം. രണ്ടാമത്തെ ബയ്യർ ആരായിരിക്കണം? ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കണം. ആ കേസിൽ മാത്രമേ ഗുഡ്സ് തിരിച്ചു വിളിക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തത്, ദ സെല്ലർ മസ്റ്റ് ഹാവ് പാർട്ടഡ് വിത്ത് ദ പൊസഷൻ ഓഫ് ദ ഗുഡ്സ്. സെല്ലർ ആരാവണം? ആ ഗുഡ്സിന്റെ ഒറിജിനൽ ഉടമസ്ഥനാവണം, ആ ഗുഡ്സ് കയ്യിൽ വെക്കാൻ അധികാരമുള്ള ആളാവണം. സെല്ലർ മസ്റ്റ് ഹാവ് പാർട്ടഡ് വിത്ത് ദ പൊസഷൻ ഓഫ് ഗുഡ്സ്, ആ ഗുഡ്സ് പൊസഷൻ ചെയ്യാനുള്ള, കൈവശം വെക്കാനുള്ള അധികാരം ഉണ്ടാവണം. ദെൻ ദ ഗുഡ്സ് മസ്റ്റ് ബി ഇൻ ട്രാൻസിറ്റ്, ആ ഗുഡ്സ് എന്ത് ചെയ്യണം? സെല്ലർ എടുത്തുനിന്ന് എവിടേക്ക് പോകണം? ബയ്യർ അരികിലേക്ക് പോകണം. എത്തരുത് കേട്ടോ, അവിടേക്ക് എത്തരുത്. എത്തിയ പിന്നെ അതിന്റെ റൂൾ മാറി. അപ്പൊ ഗുഡ്സ് ഇവിടുന്ന് പറഞ്ഞയച്ചതാവണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ആ ഗുഡ്സിനെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ സെല്ലർക്കുണ്ട്. അപ്പൊ അതാണ് രണ്ടാമത്തെ റൈറ്റ്. അപ്പൊ വീണ്ടും പറയാൻ, ഒന്നാമത്തെ റൈറ്റ് നമ്മൾ പറഞ്ഞു, റൈറ്റ് ഓഫ് ലീൻ, അഥവാ പൈസ ഫുള്ള് തരുന്നവരെ ആ ഗുഡ്സ് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള അവകാശം സെല്ലർക്കുണ്ട്. രണ്ടാമത് പറഞ്ഞു, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. നമ്മൾ ഗുഡ്സ് പറഞ്ഞയച്ചിട്ടുണ്ട്, ഗുഡ്സ് ബയ്യറിലേക്ക് വിറ്റിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഗുഡ്സ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എവിടെ എത്തിയിട്ടില്ല? ബയ്യറെ കയ്യിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാണ് ബയ്യർ ഇൻസോൾവെന്റ് ആയിട്ട് കോടതി പ്രഖ്യാപിക്കാണ്. പെട്ടെന്ന് എന്ത് ചെയ്യാം, ആ ഗുഡ്സിനെ തിരിച്ചു വിളിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ സെല്ലർക്കുണ്ട്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ, അതിനും ടെർമിനേഷൻ ഉണ്ട്, അത് നമ്മൾ സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. അപ്പോൾ മൂന്നാമത്തെ റൈറ്റ് നോക്കിയേ,
മൂന്നാമത്തെ റൈറ്റ് ഓഫ് റീസെയിൽ. ഓക്കെ, ഇഫ് ദ ബയർ ഫെയിൽസ് ടു പേ, ബയർ എന്ത് ചെയ്തില്ല, പൈസ തന്നില്ല, അങ്ങനെയാണല്ലോ നമ്മൾ എന്തായത് അൺപെയ്ഡ് സെല്ലർ ആയിട്ട് മാറിയത്. ദ പ്രൈസ് വിത്തിൻ എ റീസണബിൾ ടൈം, നമ്മൾ പറഞ്ഞ ടൈം ഉണ്ടായിരുന്നു, ഒരു മാസം നമ്മൾ ടൈം കൊടുത്തിരുന്നു. ആ ഒരു മാസത്തിന്റെ ഉള്ളിൽ ആര് പൈസ തന്നില്ല, നമ്മുടെ ബയർ നമുക്ക് പൈസ തന്നില്ല. അപ്പൊ നമ്മൾ ആരായിട്ട് മാറി, അൺപെയ്ഡ് സെല്ലർ ആയിട്ട് മാറി. ഹാസ് ദ റൈറ്റ് ടു റീസെൽ ദ ഗുഡ്സ്. ഇനി എന്ത് ചെയ്യാം, ഇനി അവനെ കാത്തുക്കണ്ട, ഇനി അവനക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ആ ഗുഡ്സ് റീസെയിൽ ചെയ്യാം. ഒന്നും കൂടെ പറയാണ്, ബയ്യർ നമുക്ക് പൈസ തന്നില്ല, നമ്മളാണ് സെയിൽ ചെയ്ത ആള്, സെല്ലർ അല്ലെ, നമുക്ക് പൈസ തന്നില്ല, നമ്മൾ പറഞ്ഞൊരു ഡേറ്റ് ഉണ്ടായിരുന്നു, ഒരു സമയം ഉണ്ടായിരുന്നു, ആ സമയത്തിന്റെ ഉള്ളിൽ ബയ്യർ നമുക്ക് പൈസ തന്നില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ആരായിട്ട് മാറി, അൺപെയ്ഡ് സെല്ലർ ആയിട്ട് മാറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള അവകാശമാണ് ആ ഗുഡ്സ് റീസെല്ല് ചെയ്യുക. ഏതൊക്കെ സാഹചര്യത്തിലാണ് റീസെല്ല് ചെയ്യാൻ പറ്റുക, ഇഫ് ദ ഗുഡ്സ് ആർ എ പെരിഷബിൾ നേച്ചർ അല്ലെ, പെരിഷബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ഗുഡ്സ് ആണ്. പിന്നെ നമ്മൾ ആരെ കാത്തുക്കണ്ട, ബയ്യറെ കാത്തുക്കണ്ട, കാരണം ബയ്യറെ കാത്തുന്നാല് അവൻ പൈസ തന്നിട്ടില്ലല്ലോ, അവനെ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ആ ഗുഡ്സ് നശിച്ചു പോകും. ഇപ്പൊ നമ്മള് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അല്ലെ, അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഗുഡ്സ് ആണെങ്കിൽ പിന്നെ നമുക്ക് ഉടനെ എന്ത് ചെയ്യാം, അത് വേറെ ആൾക്ക്, ഇനി അവനെ കാത്തുക്കണ്ട, വേറൊരാൾക്ക് റീസെയിൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇഫ് ദ അൺപെയ്ഡ് സെല്ലർ ഹാസ് എക്സസൈസ്ഡ് ഹിസ് റൈറ്റ് ഓഫ് ലീൻ ഓർ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് ഗീവ്സ്, അതായത് അൺപെയ്ഡ് സെല്ലർ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ റൈറ്റ് ആയിട്ടുള്ള ലീന് നമ്മൾ ഓൾറെഡി പഠിച്ചു, സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് അതും നമ്മൾ പഠിച്ചു, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലീന് ചെയ്ത് നോക്കി, അഥവാ സാധനം അവിടെ പിടിച്ചു വെച്ച് നോക്കി, അവനക്ക് അയച്ച സാധനം തിരിച്ചു വിളിച്ചു നോക്കി, എന്നിട്ടൊന്നും അവൻ എന്ത് ചെയ്തില്ല, പൈസ തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഗുഡ്സ് എടുത്ത് വേറെ ആൾക്ക് വിൽക്കാം. ഇനി അവനെ കാത്തുക്കണ്ട, നമ്മൾ കുറച്ച് ദിവസം ഹോൾഡ് ചെയ്തു അല്ലെ, ലീൻ ചെയ്ത് നോക്കി, പിന്നെ അവനക്ക് ആ സാധനം കൊടുത്തയച്ച് വഴിന്ന് തിരിച്ച് മടക്കി ഇങ്ങോട്ട് തന്നെ വിളിച്ചു, എന്നിട്ടൊന്നും എന്ത് ചെയ്തില്ല, അവന് നമുക്ക് പൈസ തന്നിട്ടില്ലെങ്കിൽ പിന്നെ അവനെ വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നേരെ എടുത്തിട്ട് അത് വേറെ ആൾക്ക് റീസെയിൽ ചെയ്യാം. പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഗീവ്സ് നോട്ടീസ് ടു ദ ബയർ, നമ്മൾ ആ ബയർക്ക് എന്ത് ചെയ്യണം, ഒരു നോട്ടീസ് കൊടുക്കണം, അഥവാ നമ്മൾ അത് റീസെല് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു നോട്ടീസ് കൊടുക്കണം, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അത് റീസെല് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തത് വേർ ദ സെല്ലർ എക്സ്പ്രസ്ലി റിസർവ് ഹിസ് റൈറ്റ് ഓഫ് റീസെയിൽ ഇൻ കേസ് ഓഫ് ബയർ മേക്ക് ഡിഫോൾട്ട്. ബയ്യർ എന്ത് ചെയ്തു, കൃത്യമായിട്ട് ഡിഫോൾട്ട് വരുത്തി, നമുക്ക് തരേണ്ട പേയ്മെന്റിലൊക്കെ ഡിഫോൾട്ട് വരുത്തി, പറഞ്ഞ സമയത്ത് പറഞ്ഞ രൂപത്തിൽ നമുക്ക് പേയ്മെന്റ് ചെയ്തില്ല, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ സെല്ലർക്ക് അത് റീസെല് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഒന്നും കൂടെ പറയാണ്, ഒന്ന് റൈറ്റ് ഓഫ് റീസെയിൽ, തിരിച്ചു വിൽക്കാനല്ല, ആ ഗുഡ്സിനെ വേറെ ആൾക്ക്, ആ ബയ്യർക്കല്ല വേറൊരാൾക്ക് വിൽക്കാനുള്ള അവകാശം ആർക്കുണ്ട്, നമ്മുടെ അൺപെയ്ഡ് സെല്ലർക്ക് ഉണ്ട്. ഏതൊക്കെ സാഹചര്യത്തിലാ, ഒന്ന് ആ ഗുഡ്സ് പെരിഷബിൾ ഗുഡ്സ് ആണ്, അഥവാ പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുള്ള ഗുഡ്സ് ആയാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, അയാൾക്ക് എടുത്ത് വിൽക്കാം. കാരണം ഇനിയും ആ ബയ്യറെ വെയിറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, അയാൾക്ക് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക, കാരണം ഗുഡ്സ് ഒക്കെ നശിച്ചുപോയി, അത് നഷ്ടമായിട്ട് മാറും. രണ്ടാമത്തെ ഒരു കേസ് നമ്മൾ പറഞ്ഞു, നമ്മൾ ലീന് ചെയ്തു, അഥവാ അത് പിടിച്ചു വെച്ചു, അല്ലെങ്കിൽ സ്റ്റോപ്പേജ് ട്രാൻസിറ്റ് ചെയ്തു, എന്നിട്ടൊന്നും ആരും മിണ്ടണില്ല, നമ്മളെ ബയ്യർ മിണ്ടണില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ബയ്യർക്ക് ഒരു നോട്ടീസ് കൊടുക്കും, ഞങ്ങൾ ഈ ഗുഡ്സ് റീസെല് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് കൊടുത്തിട്ട് ആ ഗുഡ്സ് നമുക്ക് വേറെ ആൾക്ക് വിൽക്കാൻ പറ്റും. മൂന്നാമത്തെ ഒരു കേസ് പറഞ്ഞത്, അയാൾ ബയ്യർ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും അവനെ സൂചിപ്പിച്ചിട്ടും അവൻ കൃത്യമായിട്ട് ഡിഫോൾട്ട് വരുത്തി എന്ന് മനസ്സിലായാൽ പിന്നെ നമ്മൾ അവനെ വെയിറ്റ് ചെയ്യണ്ട, നേരിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഗുഡ്സ് വേറെ ആൾക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ ഈ 3 റൈറ്റ്സ് ആണ് ഗുഡ്സിന്റെ മേലില് ആർക്കുള്ളത്, നമ്മുടെ അൺപെയ്ഡ് സെല്ലർക്കുള്ളത്. ഏതൊക്കെ 3 ഒന്നുകൂടെ പറയാണ്, ഫസ്റ്റ് റൈറ്റ് ഓഫ് ലീൻ അല്ലെ, ആ ഗുഡ്സ് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള അവകാശമുണ്ട്. 2 റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, ആ ഗുഡ്സ് നമ്മൾ ബയറിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്, അവിടെ എത്തുന്നതിന് മുമ്പ് അത് തിരിച്ചു വിളിക്കാനുള്ള, സ്റ്റോപ്പ് ചെയ്യാനുള്ള അവകാശമുണ്ട്. മൂന്നാമത്തത് റൈറ്റ് ടു റീസെയിൽ, അഥവാ ആ ഗുഡ്സ് എന്തായാലും ആ ബയർ വാങ്ങണില്ലല്ലോ, ആ ബയർ പൈസ തരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ ഗുഡ്സ് വേറൊരാൾക്ക് മറിച്ച് വിൽക്കാനുള്ള അവകാശം ആർക്കുണ്ട്, നമ്മുടെ സെല്ലർക്കുണ്ട്. അപ്പൊ ഇത് 3 ആ റൈറ്റ് മനസ്സിലാക്കുക. ഇനി അടുത്തത് റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ എഗെയിൻസ്റ്റ് ദ ബയ്യർ പേഴ്സണാലിറ്റി. ബയ്യർ നേരത്തെ പറഞ്ഞത് ഗുഡ്സിന്റെ മേലിലുള്ള അവകാശങ്ങൾ അല്ലെ, എഗെയിൻസ്റ്റ് ദ ഗുഡ്സ് എന്നാ പറഞ്ഞത്, ഗുഡ്സിന്റെ മേലിലുള്ള അവകാശമാണ്. ഇനി ഇവിടെ പറയുന്നത് എഗെയിൻസ്റ്റ് ദ ബയ്യർ പേഴ്സണാലിറ്റി, ബയ്യറുടെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചില റൈറ്റ്സ്. ഒന്ന്, സ്യൂട്ട് ഫോർ പ്രൈസ്, നമുക്ക് എന്ത് ചെയ്യാം, ആ ബയ്യർക്കെതിരെ കേസ് കൊടുക്കാം, കാരണം അയാൾ പൈസ തന്നിട്ടില്ലല്ലോ, അപ്പൊ അയാൾ പൈസ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. ആർക്കെതിരെ, നമ്മുടെ ബയ്യർക്കെതിരെ. ഓക്കെ, കേസ് കൊടുത്ത് എന്ത് ചെയ്യാം, കോടതിയിൽ അങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോവാം, അയാളിൽ നിന്ന് പൈസ വാങ്ങാം. മറ്റൊന്ന് സ്യൂട്ട് ഫോർ ഡാമേജസ്, ഒന്ന് സാധനത്തിന്റെ പൈസ, 2 എന്ത് ചെയ്തു, അയാള്
പൈസ തരാത്തോണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ പൈസ ഇവിടെ ആ സാധനം ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചു. അങ്ങനെ ആ സാധനത്തിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി, എന്തെങ്കിലും നഷ്ടം ഉണ്ടായി, അല്ലെങ്കിൽ അയാൾ പൈസ തരാത്തത് കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു. സപ്പോസ് നമ്മൾ അയാളെ പൈസ കിട്ടിയിട്ടാണ് വേറെ ഒരു ബിസിനസ്സിൽ എന്താ ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അയാളെ പൈസ കിട്ടാത്തതുകൊണ്ട് നമുക്ക് അതൊന്നും നടന്നില്ല. അങ്ങനെ നമുക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ ആ നഷ്ടത്തിനെതിരെയും അയാൾക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാം. അപ്പൊ ആദ്യം പറഞ്ഞ എന്താ, ആ ഗുഡ്സിന്റെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അയാൾക്കെതിരെ അഥവാ ബയ്യർക്കെതിരെ കേസ് കൊടുക്കാം. രണ്ട്, ആ പൈസ തരാത്തത് മൂലം നമുക്ക് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടായാൽ, എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ലോസ് ഉണ്ടായാൽ അതിനെതിരെയും ആ ബയ്യർക്കെതിരെ കേസ് കൊടുക്കാം. ദെൻ മൂന്നാമത്തത് സ്യൂട്ട് ഫോർ റീപുഡിയേഷൻ, അഥവാ ആ കോൺട്രാക്ട് ആര് ബ്രീച്ച് ചെയ്തു, നമ്മളെ ബയ്യർ ബ്രീച്ച് ചെയ്തു. എങ്ങനെ ബ്രീച്ച് ചെയ്ത്, അയാൾ എന്ത് ചെയ്തു, നമുക്ക് പൈസ തന്നില്ല, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവിടെ ആ കോൺട്രാക്ട് ഇല്ലാണ്ടായിട്ട് മാറും. ഇതൊക്കെ ഇഫ് ദ ബയ്യർ റീപുഡിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിനെ ബ്രീച്ച് ചെയ്യുക, തകർക്കുക, കോൺട്രാക്ടിനെ ഇല്ലാതാക്കുക. ദ കോൺട്രാക്ട് ബിഫോർ ദ ഡേറ്റ് ഓഫ് ഡെലിവറി, ഡെലിവറിക്ക് മുമ്പ് തന്നെ അല്ലെ, ഡെലിവറിക്ക് മുമ്പ് തന്നെ ആര്, നമ്മുടെ ബയ്യർ പൈസ തരാത്തോണ്ട് ആ കോൺട്രാക്ട് അവിടെ ക്യാൻസൽ ചെയ്തു. സ്വാഭാവികമായിട്ടും അത് ബ്രീച്ച് ചെയ്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എങ്ങനെ, ആ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെയും ബയ്യർക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാം, കേസ് ഫയൽ ചെയ്യാം. അപ്പൊ നേരത്തെ പറഞ്ഞ ഡാമേജ് അതല്ല കേട്ടോ, അത് കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തുകൊണ്ടുള്ള ഡാമേജ് അല്ല, ആ ഗുഡ്സുമായി ബന്ധപ്പെട്ട ഡാമേജ് ആണ് രണ്ടാമത് പറഞ്ഞത്. ഓക്കെ, മൂന്നാമത്തെ കേസ് ബയ്യർ എന്ത് ചെയ്തു, ആ കോൺട്രാക്റ്റിനെ പറ്റേ പൊളിച്ചു, കോൺട്രാക്റ്റിനെ പറ്റേ ക്യാൻസൽ ചെയ്തു. അതുമൂലം നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്യൂട്ട് ചെയ്യാനുള്ള, അത് കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ദെൻ നാലാമത്തെ കേസ് സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ് അല്ലെ. നോക്കിയേ, അഥവാ ബയ്യർ നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് വാങ്ങാം. എന്തിന്, ഫോർ ദ ഡേറ്റ് വെൻ പേയ്മെന്റ് ബിക്കം ഡ്യൂ. ഇപ്പൊ സപ്പോസ് ഓഗസ്റ്റ് 1-ാം തീയതി ബയ്യർ പൈസ തരുന്നു പറഞ്ഞത്, അവൻ എന്ത് ചെയ്തില്ല, ഓഗസ്റ്റ് 1-ാം തീയതി പൈസ തന്നില്ല, അവൻ തരുന്നത് ഓഗസ്റ്റ് 30-ാം തീയതിയാണ്. അപ്പൊ 30 ദിവസം എന്ത് ചെയ്തു, നമ്മൾ വെയിറ്റ് ചെയ്തു അല്ലെ. ആ 30 ദിവസത്തിന് ഇൻട്രസ്റ്റ് ആരെടുത്തുനിന്ന് വാങ്ങാം, ബയ്യർ അടുത്തുനിന്ന് വാങ്ങാം അല്ലെ. കാരണം നോക്കിയേ, ആ 1-ാം തീയതി പൈസ തന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് ബാങ്ക് കൊണ്ടുപോയിടാം, ബാങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെ നമുക്ക് കിട്ടാവുന്ന ഒരു വലിയ ബെനിഫിറ്റ് ആണ് അവൻ കാരണം ഇല്ലാണ്ടായത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, അവന്റെ മേൽ നമുക്ക് ക്ലെയിം ചെയ്യാം. സപ്പോസ് 1 ലക്ഷം രൂപയാണ് അവൻ തരാനുള്ളത്, ആ 1 ലക്ഷം രൂപക്ക് ഒരു മാസത്തിന് എത്ര ഇൻട്രസ്റ്റ് കിട്ടും, അപ്പൊ ഒരു 1000 രൂപ ഇൻട്രസ്റ്റ് ആണെങ്കിൽ 1000 രൂപയും കൂടെ അവന്റെ അടുത്തുനിന്ന് നമുക്ക് വാങ്ങാനുള്ള, അവൻ എന്ന് പറഞ്ഞ ഉദ്ദേശം ആരാ, ബയ്യർ അടുത്തുനിന്ന് വാങ്ങാനുള്ള അവകാശമുണ്ട്. അപ്പോ ഈ 4 അവകാശം ആ ബയ്യറുടെ മേലിൽ നമുക്കുള്ളതാണ്. ഒന്നെന്താണ്, ആ സാധനത്തിന്റെ പ്രൈസ് അവനെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള അല്ലെ, അവന്റെ കയ്യിൽ നിന്നും വാങ്ങാനുള്ള അവകാശം, അഥവാ അവനക്കെതിരെ കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. രണ്ട്, ആ സാധനം നമ്മളെടുത്ത് വെക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി അല്ലെ, അവൻ പൈസ തരാത്തത് മൂലം നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായാൽ ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് അവനക്കെതിരെ കേസ് കൊടുക്കാം. മൂന്നാമത്തത്, ആ കോൺട്രാക്ട് തന്നെ ബ്രീച്ച് ചെയ്തു, കോൺട്രാക്ട് തന്നെ ഇല്ലാതാക്കി, അതുമൂലം നമുക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അതിനെതിരെ അവനക്ക് കേസ് കൊടുക്കാം, ആർക്ക്, ബയ്യർക്കെതിരെ കേസ് കൊടുക്കാം. പിന്നെ നാലാമത്തത്, അവൻ പൈസ തന്നില്ല അല്ലെ, സമയമായിട്ടും പൈസ തന്നില്ല, അങ്ങനെ നമ്മൾ കുറെ വെയിറ്റ് ചെയ്തു, ആ വെയിറ്റ് ചെയ്ത സമയത്തേക്കുള്ള ഇൻട്രസ്റ്റ്, പലിശ ആരടുത്തും നമുക്ക് ഈടാക്കാം, ആ ബയ്യറെ കയ്യിൽ നിന്നും നമുക്ക് ഈടാക്കാം. ഇതാണ് ബയ്യറുടെ റൈറ്റ്സ് അഗെയിൻസ്റ്റ് പേഴ്സണാലിറ്റി. അപ്പൊ നമ്മൾ 2 ടൈപ്പ് ഓഫ് റൈറ്റ്സ് ആ പറഞ്ഞത്. ഒന്ന് റൈറ്റ്സ് അഗെയിൻസ്റ്റ് ഗുഡ്സ്, അതിൽ 3 പോയിന്റ് പറഞ്ഞു അല്ലെ. റൈറ്റ്സ് ഓഫ് ലീൻ പറഞ്ഞു, റൈറ്റ്സ് ഓഫ് സ്റ്റോപ്പിംഗ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് പറഞ്ഞു, പിന്നെ റൈറ്റ്സ് ഓഫ് റീസെയിലും പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കേസ് റൈറ്റ്സ് അഗെയിൻസ്റ്റ് ബയ്യർ പേഴ്സണാലിറ്റി. അതിൽ വന്നത് ഒന്ന് സ്യൂട്ട് ഫോർ പ്രൈസ്, സ്യൂട്ട് ഫോർ ഡാമേജ്, സ്യൂട്ട് ഫോർ റിപ്യൂഡിയേഷൻ, അതുപോലെ സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഇത് നന്നായിട്ട് നോക്കി വെക്കുക.